إن الحمد لله نحمده ونستعينه ونستغفره ونتوب إليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ആദരണീയരായ സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, അള്ളാഹുവിനെ സൂക്ഷിക്കണം, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ പാലിക്കണം എന്ന് ആദ്യം എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ലോകത്തുള്ള എല്ലാ മനുഷ്യരെയും സൃഷ്ടിച്ചതിൻ്റെ പിന്നിലുള്ള ഒരു ലക്ഷ്യമുണ്ട്. അത് ആ സൃഷ്ടാവായ, പരിപാലകനായ, സംരക്ഷകനായ റബ്ബ് സുബ്ഹാനഹു വ തആലയെ, അവനെ മാത്രം ലോകത്തുള്ളവർ മുഴുവൻ ആരാധിക്കുകയും സഹായാഭ്യർത്ഥനകൾ നടത്തുകയും ജീവിതം മുഴുവൻ ആ സൃഷ്ടാവിന് വേണ്ടി സമർപ്പിക്കുകയും ചെയ്യുക എന്നതാകുന്നു. അതാണ് തൗഹീദ് എന്ന് പറയുന്നത്. അഥവാ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് വെച്ചാൽ ലാ മഅബൂദ ഫിൽ വുജൂദി ബിഹഖ്ഖിൻ ഇല്ലല്ലാഹ്, യഥാർത്ഥത്തിൽ അല്ലാഹു അല്ലാതെ പ്രപഞ്ചത്തിൽ ആരാധ്യനായി മറ്റാരും തന്നെ ഇല്ല എന്ന ആശയം. ഈ ഒരു ആദർശം ഇത് ആളുകൾക്ക് ഉൾക്കൊള്ളാനാകുകയും ആ അള്ളാഹുവിനെ സൃഷ്ടാവും സംരക്ഷകനും ആരാധ്യനുമായി അംഗീകരിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗം ഉണ്ടായിത്തീരുക, ആ വിധത്തിൽ ജനങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്നതാണ് മനുഷ്യ വർഗത്തിൻ്റെ സൃഷ്ടിയുടെ ലക്ഷ്യം. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ, ജിന്നുകളെയും മനുഷ്യരെയും ഞാൻ സൃഷ്ടിച്ചിട്ടില്ല ഇല്ലാ ലിയഅ്ബുദൂൻ, അവരെല്ലാവരും എന്നെ ആരാധിക്കുന്നതിന് വേണ്ടിയല്ലാതെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. ഇതാണ് ലോകത്തിൻ്റെ മുഴുവൻ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിജാലങ്ങളിലെ എല്ലാറ്റിൻ്റെയും രഹസ്യവും ലക്ഷ്യവുമായി കൊണ്ട് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. ഈ ഒരു വിഷയത്തിൽ ഇന്ന് നാം പരിശോധിക്കാൻ പോകുന്നത് വിശുദ്ധ ഖുർആനും തൗഹീദും തമ്മിലുള്ള ബന്ധം എന്താണ് എന്നതാണ്. വിശുദ്ധ ഖുർആൻ എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവസാനത്തെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലയിലൂടെ മാനവ കുലത്തിന് മാർഗദർശനമായി കൊണ്ട് അവതരിപ്പിച്ച ഗ്രന്ഥമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സന്ദേശം ജനങ്ങൾക്ക് എത്തിക്കുകയാണ് പ്രവാചകനിലൂടെ. ആ സന്ദേശത്തിൻ്റെ സമുച്ചയമായ 6236 വചനങ്ങൾ, അതല്ലെങ്കിൽ 6606 വചനങ്ങൾ, ഇതെല്ലാം തന്നെ ഒത്തു
ഇണക്കി വെച്ചിരിക്കുന്ന വിഷയം എന്താണ് എന്ന് ചോദിച്ചാൽ ഒറ്റയടിക്ക് നമുക്ക് പറയാൻ കഴിയുന്ന ഒരു ഉത്തരമുണ്ട്. അത് തൗഹീദാകുന്നു എന്നാണ്. വാസ്തവത്തിൽ വിഷയാധിഷ്ഠിതമായി കൊണ്ട് വിശുദ്ധ ഖുർആനെ നാം അവലോകനം ചെയ്യുമ്പോൾ നമുക്ക് അള്ളാഹുവിൻ്റെ തൗഹീദ്, അതുപോലെ തന്നെ പ്രവാചകൻ നിയോഗിക്കപ്പെട്ടിട്ടുള്ള ആ സന്ദേശമായ റിസാലത്ത്, അതിന് പ്രതിഫലം നൽകാൻ പോകുന്ന ആഖിറത്ത്, ഈ 3 വിഷയങ്ങളെ കാണാൻ സാധിക്കും. എങ്കിൽ തന്നെയും ഈ 3 വിഷയങ്ങളും പടുത്തുയർത്തപ്പെട്ടത് തൗഹീദിലാകുന്നു എന്ന് മനസ്സിലാക്കുന്നതിന് പ്രയാസമില്ല. അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ് ആരാധ്യൻ എന്ന് അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു മനുഷ്യൻ ഏത് വിധത്തിലാണ് ജീവിക്കേണ്ടത് എന്ന് പഠിപ്പിക്കുന്നതാണ്. തൗഹീദിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിക്കേണ്ടത് എങ്ങനെയാണെന്നതിൻ്റെ വിശദീകരണമാകുന്നു റിസാലത്ത്. അങ്ങനെ ജീവിച്ചാൽ ആ മനുഷ്യന് എത്തിപ്പെടാനുള്ള സങ്കേതം എന്താണ്? സ്വർഗരാജ്യമാണോ അതല്ലെങ്കിൽ പരാജയത്തിൻ്റെ നരകലോകമാണോ എന്നത് ആകുന്നു ആഖിറത്ത്. അപ്പോൾ വിശുദ്ധ ഖുർആൻ എന്നാൽ അത് തൗഹീദിൻ്റെ പഠനമാകുന്നു, തൗഹീദിൻ്റെ വിവരണമാകുന്നു. അള്ളാഹു ആരാകുന്നു, അള്ളാഹു എന്താകുന്നു, അള്ളാഹു എവിടെയാകുന്നു, അള്ളാഹു എന്താണ് നിങ്ങളുടെ സൃഷ്ടികളെ കൊണ്ട് ഉദ്ദേശിച്ചത്, അള്ളാഹുവിന് വേണ്ടി നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, അള്ളാഹു നിങ്ങൾക്ക് എന്താണ് തരാൻ പോകുന്നത്. ഇത് ഖുർആൻ മുച്ചൂടും മുഴുവനും ആദ്യം മുതൽ അവസാനം വരെ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെ സൃഷ്ടിച്ചത് മുഴുവൻ, ജിന്നുവർഗത്തെ സൃഷ്ടിച്ചത് മുഴുവൻ, വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, അള്ളാഹുവിനെ മാത്രം ഇബാദത്തിന് വേണ്ടിയാണ്. വമാ ഉരീദു മിൻകും മിർ റിസ്ക്, അള്ളാഹു സുബ്ഹാനഹു വ തആല അവരിൽ നിന്ന് ആരും തന്നെ ഒരു റിസ്കിനെ ഉദ്ദേശിക്കുന്നില്ല. വമാ ഉരീദു അൻ യത്ഉമൂൻ, ഒരു ഭക്ഷണവും നിങ്ങൾ നൽകേണ്ടതുമില്ല അള്ളാഹുവിന്. അള്ളാഹു നിങ്ങളെ ആരെയും വെറുതെ അബദ്ധായിക്കൊണ്ട് വെറുതെ സൃഷ്ടിച്ചതല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ആരെയും വെറുതെ വിടാനും ഉദ്ദേശിച്ചിട്ടില്ല. അതുകൊണ്ട് ആ അള്ളാഹുവിനെ ആരാധിക്കലാകുന്നു വിശുദ്ധ ഖുർആൻ അവതരിച്ചതിൻ്റെ ലക്ഷ്യം. ലോകത്തുള്ള പ്രവാചകന്മാർ അഖിലവും നിയോഗിക്കപ്പെട്ടതിൻ്റെ ലക്ഷ്യവും അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്ന സന്ദേശം അറിയിക്കലാകുന്നു. വിശുദ്ധ ഖുർആൻ അത് പറയുകയും ചെയ്തു. വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തി റസൂലൻ അൻ യഅ്ബുദുല്ലാഹ വജ്തനിബുത് താഗൂത്ത്, പൈശാചിക ശക്തികളെ മുഴുവൻ ഒഴിവാക്കുകയും എന്നിട്ട് അള്ളാഹു അല്ലാത്ത മറ്റെല്ലാ ആരാധനയും ഒഴിവാക്കിക്കൊണ്ട് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്നതിനു വേണ്ടിയാകുന്നു എല്ലാ പ്രവാചകന്മാരും നിയോഗിതരായിട്ടുള്ളത്. വമാ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ, ഞാൻ മാത്രമാണ് ആരാധ്യൻ, ഞാൻ അള്ളാഹു അവൻ മാത്രമാകുന്നു ആരാധനക്ക് അർഹൻ എന്ന ഒരു ദിവ്യ സന്ദേശം കൊടുത്തയച്ചിട്ടല്ലാതെ ഇതിന് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുമ്പും ഒരു പ്രവാചകനെയും നിയോഗിക്കപ്പെട്ടിട്ടില്ല. എല്ലാ നബിമാരും പറഞ്ഞു പഠിപ്പിച്ചത് യാ ഖൗമി അബ്ദുല്ലാഹ് മാ ലക്കും മിൻ ഇലാഹിൻ ഗൈർ, നിങ്ങൾ ജനങ്ങളെ നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക, നിങ്ങൾക്ക് മറ്റൊരു ആരാധ്യൻ ഇല്ല, ഉണ്ടാകാൻ പാടില്ല, ഇല്ല. ഈ സത്യം അറിയിച്ചു കൊടുക്കലായിരുന്നു എല്ലാ പ്രവാചകന്മാരും പഠിപ്പിച്ചത്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ പ്രവാചകത്വം ലഭിച്ചുകൊണ്ട് ആദ്യമായി കൊണ്ട് മക്ക മുശ്രിക്കുകളെ സംബോധന ചെയ്തുകൊണ്ട് ആ സഫാ താഴ്വരയിൽ വിളിച്ചു കൂട്ടപ്പെട്ട ആളുകളെ സംബോധന ചെയ്തുകൊണ്ട് ആദ്യമായി സംസാരിച്ചത് യാ അയ്യുഹന്നാസ്, മനുഷ്യരെ ഖൂലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ്, നിങ്ങളെല്ലാവരും പറയുവീൻ ആരാധനക്കർഹനായി അല്ലാഹു അല്ലാതെ മറ്റാരും ഇല്ല. തുഫ്ലിഹു, നിങ്ങൾ വിജയിക്കുവീൻ, നിങ്ങൾ വിജയിക്കാൻ പോകുന്ന നിങ്ങളുടെ വിജയത്തിൻ്റെ ആ മുദ്രാവാക്യമാകുന്നു ലാ ഇലാഹ ഇല്ല എന്നത്. നിങ്ങളുടെ വിശ്വാസത്തിന്റെ അടിത്തറയാകുന്നു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് പഠിപ്പിച്ചു അവിടെ മക്കയിലുള്ള ആ ജീവിത കാലഘട്ടം മുഴുവൻ. പ്രവാചകത്വ ജീവിതത്തിന്റെ ഭൂരിപക്ഷവും സമയം അഥവാ 13 വർഷക്കാലം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ നിന്നുകൊണ്ട് പഠിപ്പിച്ചത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വചനത്തിന്റെ ആശയമായിരുന്നു,
ആദർശമുള്ള ജനതയെയായിരുന്നു വളർത്തിയെടുത്തത്. ആ സമയം വരെയും അവർക്ക് നമസ്കാരം നിർബന്ധമായിരുന്നില്ല, അവർക്ക് നോമ്പ് നിർബന്ധമായിരുന്നില്ല, അവർക്ക് സക്കാത്ത് പഠിപ്പിച്ചിരുന്നില്ല, അവർ ഹജ്ജ് പഠിപ്പിച്ചിരുന്നില്ല, അവർ ജിഹാദ് പഠിപ്പിച്ചിരുന്നില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഒരു പ്രവാചകത്വ ജീവിതത്തിൻ്റെ ഭൂരിപക്ഷവും സമയവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ വെച്ച് പഠിപ്പിച്ചത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആയിരുന്നു. ആദ്യം വിശ്വസിച്ച് ആഖിറം വിശ്വസിച്ച ഒരു സമൂഹത്തെ വളർത്തിയെടുക്കുകയും എന്നിട്ട് മദീനയിൽ ചെന്നിട്ട് അവർക്ക് റിസാലത്ത് മനസ്സിലാക്കി പഠിപ്പിച്ച് ബോധ്യപ്പെടിച്ച സമയങ്ങളിലും സന്ദർഭങ്ങളിലും എല്ലാം തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ ഓർമ്മിപ്പിച്ചു, അവരെ പഠിപ്പിച്ചു. ലാ മഅബൂദുൻ ബിൽ ഹഖ് ഇല്ലല്ലാഹ്. അല്ലാഹു അല്ലാതെ ഒരാരാധ്യനും ഇല്ല എന്നത് മുസ്ലിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരുന്നു. അറിവ് അറിയാവുന്നവരായിരുന്നു, അവർ സാഹിത്യം അറിയാവുന്നവരായിരുന്നു. അതുകൊണ്ട് അവരാരും തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാൻ കൂട്ടാക്കിയില്ല. അള്ളാഹുവിനെ പരിചയമുള്ളവർ, അബ്ദുള്ള എന്ന് പേരുള്ളവർ, കഅബത്തിന്റെ താക്കോൽ സൂക്ഷിപ്പുകാർ, ഹാജിമാർക്ക് വെള്ളം കൊടുത്തിരുന്നവർ, എല്ലാ സൽക്കർമ്മങ്ങളും ചെയ്തവരായിരുന്നു മുശ്രിക്കുകൾ. പക്ഷേ എങ്കിലും അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാതിരുന്നത് അവർക്ക് ഇലാഹ് എന്നാൽ അതിൻ്റെ അർത്ഥം അറിയുമായിരുന്നു. അഥവാ അള്ളാഹ് ആരാധനക്കർഹൻ, വിളിച്ച് പ്രാർത്ഥിക്കാൻ, വിളിച്ച് തേടാൻ, വിളിച്ച് ചോദിക്കാൻ, സഹായങ്ങൾ അഭ്യർത്ഥിക്കാൻ, നേർച്ചകൾ സമർപ്പിക്കാൻ, എല്ലാ വിധത്തിലും ജീവിതം ഒട്ടാകെ സമർപ്പിക്കുന്ന ഒരു സമർപ്പണം, അതാകുന്നു ആ ഇലാഹ് എന്ന് പറഞ്ഞാൽ ആ ആരാധന. ഈ തൗഹീദിന്റെ തറപണി 13 വർഷം കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ വെച്ച് നിർവഹിച്ചതിന് ശേഷമാകുന്നു ഇസ്ലാമാകുന്ന കെട്ടിടം പണിയുന്നത്. ഹുനൈൻ, പിന്നീട് മുസ്ലിങ്ങൾ ഹുനൈൻ യുദ്ധത്തിന്റെ ഒരുക്കമുണ്ടായി, ബദർ മക്കം ഫതഹുണ്ടായി. അതിനുശേഷം ആ സമയത്ത് ഹുനൈൻ യുദ്ധത്തിൽ അപ്പോൾ ഇസ്ലാമായ ചില ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ അഭ്യർത്ഥിച്ചു, ഇജ്അൽ ലനാ ദാത അൻവാത്ത് കമാ ലഹും ദാത അൻവാത്ത്. അവിടെ ദാത അൻവാത്ത് എന്ന് പറയുന്ന ഒരു വൃക്ഷം, ആ വൃക്ഷത്തിൽ വാൾ തൂക്കിയിട്ടുകൊണ്ട് വിജയം കൈവരിച്ചിരുന്ന മക്ക മുശ്രിക്കുകൾക്ക് തത്തുല്യമായ ഒരു ബർക്കത്തിന്റെ മരം, ഒരു ബർക്കത്ത് ലഭിക്കുന്ന മരം ഞങ്ങൾക്കും നീ ആക്കിത്തരണമേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞത് ഹുനൈൻ യുദ്ധത്തിലേക്ക് പോകുന്ന പോക്കിലായിരുന്നു. പ്രവാചകൻ പറഞ്ഞില്ല അവരോട്, നമ്മളൊരു യുദ്ധത്തിന് വേണ്ടി പുറപ്പെടുന്ന സമയത്ത് തൗഹീദ് പറയേണ്ട സമയമല്ല, ആളുകൾ ഭിന്നതയുണ്ടാക്കേണ്ട സമയമല്ല, ആളുകൾ ഛിന്നതയുണ്ടാക്കേണ്ടുന്ന സമയമല്ല എന്ന് പ്രവാചകൻ പറഞ്ഞില്ല. മറിച്ച് അവിടെ അവരെ നിർത്തി പഠിപ്പിച്ചു. നിങ്ങളുടെ പൂർവികരായ ആളുകൾ ബനി ഇസ്രായേലികൾ കാണിച്ച അതേ സ്വഭാവം, മൂസാ നബിയുടെ ആളുകൾ പറഞ്ഞ അതേ വർത്തമാനം ഞങ്ങൾക്കും ഒരു ഇലാഹ് ഉണ്ടാക്കൂ, അവർക്ക് ഇലാഹ് ഉണ്ടാക്കുന്നത് പോലെ എന്ന വർത്തമാനമാകുന്നു നിങ്ങൾ പറയുന്നത്. ബർക്കത്തിൻ്റെ ഉടയവൻ അള്ളാഹു ആകുന്നു. എല്ലാവിധത്തിലുള്ള ബർക്കത്തുകൾ അള്ളാഹുവിൽ നിന്നാണ് ലഭിക്കേണ്ടത്. അതല്ലാതെ പുണ്യമരങ്ങളും പുണ്യവൃക്ഷങ്ങളും പുണ്യപ്രതിമകളും പുണ്യമനുഷ്യരും പുണ്യമായിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലയല്ലാതെ മറ്റൊന്നും തന്നെ നിങ്ങൾക്ക് രക്ഷകനായിക്കൊണ്ടില്ല, നിങ്ങൾക്ക് ആരാധ്യനായിട്ടില്ല എന്ന് പറഞ്ഞ ഒരു പാഠം പഠിപ്പിച്ചുകൊണ്ടായിരുന്നു പ്രവാചകൻ യുദ്ധത്തിന് വരെ പുറപ്പെട്ടത്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം മുഴുവൻ മരണം വരെ ആ തൗഹീദിൽ അടിയുറച്ച നിലയിൽ അത് പറഞ്ഞുകൊണ്ടിരുന്നു. മരിക്കുന്ന ദിവസം സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തി പറഞ്ഞു, ലഅനത്തുല്ലാഹി അലൽ യഹൂദി വൻ നസാറ, യഹൂദികളുടെയും നസാറാക്കളുടെയും പേരിൽ അല്ലാഹുവിൻ്റെ ശാപമുണ്ടാകട്ടെ. ബനി ഇസ്രായേലികൾ അവരാരായിരുന്നു? അവർ ഇത്തഖദൂ ഖുബൂറ അംബിയാഇഹിം മസാജിദ, അവർ മരണപ്പെട്ടു പോയ അവരുടെ പ്രവാചകന്മാരുടെ ഖബറുകളെ ആരാധനാലയങ്ങളാക്കി തീർത്തു. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ ഖബറിനെ ആരാധനാലയമാക്കരുതേ എന്ന പ്രഖ്യാപനവുമായിട്ടാണ് പ്രവാചകൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണപ്പെടുന്നത്. തഅലീമിൽ അംബിയാഇ വസ്സാലിഹീൻ, അംബിയാക്കളെയും സാലിഹികളെയും മഹത്വപ്പെടുത്തിക്കൊണ്ട് മഹാന്മാരായിക്കൊണ്ട് ആൾദൈവങ്ങളായിക്കൊണ്ട് പ്രതിഷ്ഠിച്ച ആ ബനി ഇസ്രായേലികളെ പോലെ നിങ്ങളായി തീരരുത് എന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് പ്രവാചകൻ പറഞ്ഞു, അല്ലാഹുവേ ലാ തജഅൽ ഖബരി വസനൻ യുഅബദ്, എൻ്റെ ഖബറിനെ ആരാധിക്കപ്പെടുന്ന ഒരു വിഗ്രഹമാക്കി തീർക്കരുതേ, ഒരു ജാറമാക്കി തീർക്കരുതേ എന്ന പ്രാർത്ഥന അത് പ്രവാചകന്റെ ജീവിതത്തിലുണ്ടായത്. അത്രമാത്രം ഭയപ്പെട്ടിരുന്നു ഈ ആളുകൾ ഇത് ചെയ്യുമെന്ന്. അതുകൊണ്ട്
അള്ളാഹുവിൻ്റെ പ്രവാചകൻ പഠിപ്പിച്ചു, അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പഠിപ്പിച്ചു. ആ തൗഹീദില്ലാത്ത വിധത്തിൽ എത്രമാത്രം സൽക്കർമ്മങ്ങൾ കാണിച്ചിരുന്ന ആളുകളായിരുന്നാലും ശരി. ഒരു ഉദാഹരണം ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അബ്ദുല്ലാഹ് ഇബ്നു ജദ്ആൻ എന്ന് പറയപ്പെടുന്ന മഹാന്മാരിൽ മഹാനായ, ധർമ്മിഷ്ഠനായ, ദാനം നൽകിയിരുന്ന, സൽക്കർമ്മിയായ, ഹാജിമാർക്ക് സേവനം ചെയ്തിരുന്ന, മക്കക്കാർക്ക് മുഴുവൻ നന്മകൾ മാത്രം വർഷിച്ച് മരിച്ചു പോയിരുന്ന ഒരു മനുഷ്യൻ. ആ മനുഷ്യനെ ആളുകൾ ഓർക്കുകയും സ്മരിക്കുകയും അദ്ദേഹത്തെ സ്നേഹിക്കുകയും ചെയ്തതിൻ്റെ പേരിൽ അദ്ദേഹത്തിനെങ്ങാനും നാളെ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹൽ തൻഫഉ യൗമൽ ഖിയാമ എന്ന് പറഞ്ഞപ്പോൾ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ പ്രവാചകൻ ആയിഷ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു, ഇല്ല, അയാൾക്ക് അയാളുടെ പ്രവർത്തനം ഉപകരിക്കുകയില്ല. ഇന്നഹു ലം യഖുൽ റബ്ബി ഗ്ഫിർലി ഖതിയതി, എൻ്റെ റബ്ബേ എൻ്റെ പാപങ്ങൾ നീ പുറത്തു തരണമേ എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചിട്ടില്ലാത്ത, അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിച്ചിട്ടില്ലാത്ത ആ മനുഷ്യൻ്റെ പ്രവർത്തനം അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയില്ല. അയാൾ എത്ര നല്ല കാര്യം ചെയ്തിരുന്നാലും ശരി. ഇത് എല്ലാ ആളുകൾക്കുമുള്ള ഒരു പാഠമാകുന്നു. ഞാൻ പറഞ്ഞു തരാൻ പോകുന്ന പ്രധാനപ്പെട്ട വിഷയം ഏറ്റവും ഖുർആനിൽ തൗഹീദ് ഉണ്ടോ ഇല്ലേ എന്നുള്ളതാണ്. ഖുർആനിലെ തൗഹീദ് എന്താണ് നാം മനസ്സിലാക്കേണ്ടതാണ് സഹോദരന്മാരെ, സഹോദരിമാരെ. വിശുദ്ധ ഖുർആൻ എന്ന് പറഞ്ഞാൽ അത് മുഴുവൻ തൗഹീദാകുന്നു എന്നാണ് ബഹുമാന്യ പണ്ഡിതനായ ഇബ്നുൽ ഖയ്യിം ജൗസി റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞത്. ഖുർആൻ എന്നാൽ മുഴുവൻ തൗഹീദ് മാത്രമാകുന്നു. ആ തൗഹീദിൻ്റെ പ്രതിഫലനങ്ങൾ എന്താകുന്നു നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആ ഖുർആനിലെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തൗഹീദ് ഏത് വിധത്തിലാകുന്നു, തൗഹീദ് എങ്ങനെ പ്രവർത്തിക്കണം, തൗഹീദ് പ്രവർത്തിച്ചാൽ എന്താണ് ലഭിക്കാനുള്ളത്, ഇതാണ് ഖുർആനിൻ്റെ പ്രമേയം. അത് അറിയിക്കുന്നതിനാണ് ഖുർആൻ ഇറങ്ങിയത്, അതറിയിക്കുന്നതിനാണ് പ്രവാചകൻ വന്നിട്ടുള്ളത്, അതറിയിക്കുന്നതിനാണ് മുമ്പുള്ള എല്ലാ പ്രവാചകന്മാരും വന്നിട്ടുള്ളത്. ഒരിക്കൽ ബഹുമാന്യനായ ഷേഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ സദസ്സിൽ വെച്ചുകൊണ്ട് ചില ആളുകൾ ചോദിക്കുകയുണ്ടായി, ഏറ്റവും നല്ല ഗ്രന്ഥം എന്താണ് തൗഹീദിനെ പ്രതിപാദിക്കുന്നത് എന്ന്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആളുകൾ ഉദ്ദേശിച്ചത് അദ്ദേഹം ഒരുപക്ഷെ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിൻ്റെ ഗ്രന്ഥമായ കിതാബ് തൗഹീദിനെ പറ്റി പറയുമായിരുന്നു എന്നായിരുന്നു. അതല്ല, ചില ആളുകൾ ധരിച്ചു ഇനി ഒരുപക്ഷെ അഖീദത്തുൽ വാസിത്തിയെ സംബന്ധിച്ചായിരിക്കാം അദ്ദേഹം പറയാൻ പോകുന്നത്. ഇല്ല, റസൂൽ ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാ അദ്ദേഹം അവിടെ പറയുകയുണ്ടായി, വിശുദ്ധ ഖുർആൻ, ആ വിശുദ്ധ ഖുർആൻ ആകുന്നു അഫ്ളലു കിതാബുൻ, ഏറ്റവും നല്ല കിതാബ്, തൗഹീദിനെ പറഞ്ഞിട്ടുള്ള ഏറ്റവും നല്ല കിതാബ് ഹുവൽ ഖുർആനുൽ കരീം, വിശുദ്ധ ഖുർആനാകുന്നു. അഥവാ നമുക്ക് ഖുർആനിൽ കൂടെ അധ്യായത്തിലൂടെ ഖുർആനിൻ്റെ വചനങ്ങളിലൂടെ തൗഹീദ് എന്താണെന്ന് പഠിക്കാം. ആ തൗഹീദിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, നമുക്കെല്ലാം അറിയാം. തൗഹീദ് ഏതായത്ത് എടുത്തു കഴിഞ്ഞാലും 6666 ആയത്, 114 അധ്യായങ്ങൾ, 30 ജുസുകൾ എടുത്തുകൊണ്ട് എവിടെയൊക്കെയാണ് ഖുർആൻ എന്ന് നമുക്ക് പറയാനുള്ള സമയമില്ല. പക്ഷെ നാം മനസ്സിലാക്കുക, ഖുർആനിൻ്റെ ഏത് ഭാഗങ്ങൾ നിങ്ങൾ എടുത്തു നോക്കുക, ഏത് ഭാഗങ്ങൾ നിങ്ങൾ പഠിച്ചു നോക്കുക, അപ്പോൾ അവിടെയെല്ലാം തന്നെ തൗഹീദ് തെളിഞ്ഞു വരുന്നത് കാണാൻ സാധിക്കും. ഒരു ഉദാഹരണത്തിന് സൂറത്തുൽ അളീമ, ഏറ്റവും മഹത്തായ സൂറത്ത് എന്നറിയപ്പെടുന്നത് ഏതാണ്? സൂറത്തുൽ ഫാത്തിഹ അല്ലേ? അതേപോലെ തന്നെ ആയത്തുൽ അളീമ, ഏറ്റവും മഹത്തായ ആയത്ത് എന്നറിയപ്പെടുന്ന ആയത്ത് ഏതാണ്? ആയത്തുൽ കുർസി. ഏത് സൂറത്തുകൾക്കും നിങ്ങൾക്ക് എടുത്തു നോക്കാം. പക്ഷേ സൂറത്തുൽ ഫാത്തിഹയ്ക്ക് ഒരു പ്രത്യേകത, അത് നമുക്ക് നിർബന്ധമായി കൊണ്ട് 17 തവണ പാരായണം ചെയ്യൽ നിർബന്ധമാകുന്നു. ആരെങ്കിലും അത് പാരായണം ചെയ്തിട്ടില്ലെങ്കിൽ അവൻ മുസ്ലിം ആവുകയില്ല, അവൻ നമസ്കരിച്ചിട്ടില്ലെങ്കിൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. അതുകൊണ്ട് അത് പാരായണം ചെയ്യൽ എല്ലാവർക്കും നിർബന്ധമാണ്. സൂറത്തുൽ കെൻസ്, സൂറത്തു സബുൽ മസാനി, സൂറത്തു ദുആ, സൂറത്തുൽ ഫാത്തിഹ, ഉമ്മുൽ കിതാബ്, ഉമ്മുൽ ഖുർആൻ എന്നിത്യാദി നിരവധി പേരുകളിൽ അറിയപ്പെടുന്ന സൂറത്തുൽ ഫാത്തിഹയിലെ പ്രമേയം എന്താകുന്നു നാം ഒന്ന് മനസ്സിലാക്കണം സഹോദരന്മാരെ. അത് തൗഹീദാകുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുമ്പോൾ അവിടെ റബ്ബുൽ ആലമീനായ റബ്ബായ തൗഹീദുർ റുബൂബിയ്യത്തിനെ വ്യക്തമാക്കിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാകുന്നു. റബ്ബ് സുബ്ഹാനഹു വ തആല അവനാകുന്നു റബ്ബുൽ ആലമീനായ ഇലാഹ് ഒന്ന്. രണ്ടാമതായി കൊണ്ട് ആയത്തിൽ പഠിപ്പിക്കുന്നു അർ റഹ്മാൻ അർ റഹീം. അവിടെയും അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു തൗഹീദുർ റുബൂബിയ്യ ആദ്യം പഠിപ്പിച്ചതിന് ശേഷം തൗഹീദുൽ അസ്മാ വസ്സിഫാത്ത് പഠിപ്പിക്കുന്നു. അർ റഹ്മാനാകുന്നു റബ്ബ് സുബ്ഹാനഹു വ തആല, റഹീമാകുന്നു റബ്ബ് സുബ്ഹാനഹു വ തആല, മാലിക് യൗമിദ്ദീൻ
പ്രതിഫലം നൽകുന്ന ദിവസത്തിന്റെ ഉടമസ്ഥനാകുന്നു റബ്ബ് സുബ്ഹാനഹു വ തആല. അഥവാ എല്ലാവിധത്തിലുമുള്ള മുലൂക്കിയത്ത് അള്ളാഹുവിൻ്റെതാകുന്നു. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രം സഹായം തേടുന്നു, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ നാം പറയുന്നത് തീർച്ചയായും അള്ളാഹു സുബ്ഹാനഹു വ തആല മാത്രമാകുന്നു ആരാധനക്കർഹൻ. തൗഹീദുൽ ഉലൂഹിയ മനസ്സിലാക്കേണ്ടതാകുന്നു. വലാ നഅ്ബുദു വലാ നസ്തഗീസ് ഇല്ലാ ബില്ലാഹ്, ഞങ്ങൾ അള്ളാഹുവിനെ അല്ലാതെ മറ്റാരെയും ആരാധിക്കുന്നില്ല എന്ന പ്രതിജ്ഞ അവിടെ ചൊല്ലുന്നു. എന്നിട്ട് പ്രാർത്ഥനയുടെയും ആരാധനയുടെയും മജ്ജയായ ദുആ അതവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നു. അതാകുന്നു ആരാധനയുടെ മജ്ജ, അതാകുന്നു ഉലൂഹിയത്ത്. ഉലൂഹിയത്ത് അവിടെ നിങ്ങൾക്ക് പ്രകടമായി കാണാം. സൂറത്തുൽ ഫാത്തിഹയാണ് പറഞ്ഞത്. എന്നിട്ട് പറഞ്ഞു സിറാത്തല്ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. അതെന്താണ് ആ പറഞ്ഞത്? സിറാത്തൽ അഥവാ മുവഹിദുകൾ എന്ന് പറഞ്ഞാൽ ആരാകുന്നു? ഗൈറുൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. മുശ്രിക്കുകൾ എന്ന് പറഞ്ഞാൽ, കാഫിറുകൾ എന്ന് പറഞ്ഞാൽ, നരകാവകാശികൾ എന്ന് പറഞ്ഞാൽ ആരാകുന്നു? അതിൻ്റെ പ്രതിഫലം ലഭിച്ചവരുടെ കഥ, ചരിത്രം നാം അറിയേണ്ടതുണ്ട്. എന്നിട്ടാണ് നമ്മൾ അള്ളാഹുവിനോട് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന ആ പ്രാർത്ഥന നാം പ്രാർത്ഥിച്ചു. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന പ്രാർത്ഥന പ്രാർത്ഥിച്ചു. അപ്പോഴൊക്കെ തന്നെ നാം മനസ്സിലാക്കണം, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പഠിപ്പിക്കുന്നത്, പറഞ്ഞു തരുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ തോളിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു, വല്ലാഹി ഇന്നി ലഹുബ്ബുക, അള്ളാഹിനെ തന്നെയാണ്, നിന്നെ ഞാൻ ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് മുആദ്, നീ ഒരു കാര്യം പറയണം, അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക. എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കണം, നടത്തത്തിലും ഇരുത്തത്തിലും കിടത്തത്തിലും അള്ളാഹുവിനോട് സിക്ർ ചെയ്യാൻ, അള്ളാഹുവിനെ ശുക്ർ ചെയ്യാൻ, അള്ളാഹുവിന് നല്ല ഇബാദത്ത് ചെയ്യാൻ. ഇതാകുന്നു സന്ദേശം, അതാകുന്നു മനുഷ്യകുലത്തോട് അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് നൽകാനുള്ള സന്ദേശം. അങ്ങനെ നിങ്ങൾക്ക് സ്വർഗാവകാശികളാകാം. പക്ഷേ നിങ്ങൾ അള്ളാഹുവിനെ മാത്രമായിരിക്കാം ആരാധിക്കേണ്ടത്. ഈ വിശദീകരണമാകുന്നു. ഇതുകൊണ്ടാകുന്നു ഈ ഖുർആൻ എന്ന് പറഞ്ഞാൽ അത് ഇവിടെ പറഞ്ഞു പഠിപ്പിച്ചിട്ടുള്ളത്. ഖുർആനിലൂടെ നിരവധി കഥകൾ പറഞ്ഞിട്ടുണ്ട്, ഉപദേശങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഉപമകൾ പറഞ്ഞിട്ടുണ്ട്, ഉദാഹരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം തന്നെ ഇതനുസരിച്ചവരുടെയും അനുസരിക്കാത്തവരുടെയും ഉപമകളായിരുന്നു. ഇങ്ങനെ നിങ്ങൾ പരിശീലിക്കണമെന്ന കൽപ്പനകളുണ്ട്, നിരോധങ്ങളുണ്ട്, ഹലാലുകളുണ്ട്, ഹറാമുകളുണ്ട് വിശുദ്ധ ഖുർആനിൽ. ഉപദേശങ്ങളുണ്ട്, വാഗ്ദാനങ്ങളുണ്ട്, മുന്നറിയിപ്പുകളുണ്ട്. ഇതെല്ലാം തന്നെ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന തൗഹീദിലേക്ക് ആ മനുഷ്യരെ എത്തിക്കുന്നതിനുള്ള വസീലകളായി കൊണ്ടുള്ള മീഡിയകളാകുന്നു, പഠിപ്പിക്കുന്ന രീതികളാകുന്നു. സഹോദരന്മാരെ മനസ്സിലാക്കണം, അള്ളാഹുവിനെ വിട്ട് അമ്പിയാക്കളിലേക്കും ഔലിയാക്കളിലേക്കും മഹാന്മാരിലേക്കും രൂപങ്ങളിലേക്കും പ്രതിമകളിലേക്കും കബറുകളിലേക്കും പോയിക്കൊണ്ടിരുന്ന ജൂതന്മാർ, അവരെ പോലെ നിങ്ങളായി തീരാൻ പാടില്ല. മസീഹുകൾ, അവരെ പോലെ നിങ്ങളാകാൻ പാടില്ല. നിങ്ങൾ അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിക്കണമെന്ന് വിശദീകരണമാകുന്നു സൂറത്തുൽ ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്ത് ബഖറ മുതൽ സൂറത്ത് നാസ് വരെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. ഇതാകുന്നു വിശുദ്ധ ഖുർആൻ എന്നത്. ഇനി അള്ളാഹുവിനെ മാത്രമേ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടുള്ളൂ, അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല എന്നാണ് ഖുർആനിൽ മുച്ചൂടും നമ്മോട് പറയുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുന്നത് ഉദ്ഉ റബ്ബക്കും തളർറുഅൻ വഖുഫിയ, ഭയത്തോടും ഭക്തിയോടും കൂടി നിങ്ങൾ നിങ്ങളുടെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. നിങ്ങൾ പറയുക, ഖുൽ ഇന്ന സ്വലാത്തി വനുസുക്കി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. എൻ്റെ എല്ലാം എൻ്റെ നമസ്കാരവും എൻ്റെ ജീവിതവും എൻ്റെ കർമ്മങ്ങളും എൻ്റെ ബലിയും എൻ്റെ ബലിദാനവും എല്ലാം എൻ്റെ അള്ളാഹുവിനുള്ളതാകുന്നു എന്ന് പറയുക. അതിൻ്റെ അപ്പുറത്തൊരു നേർച്ചക്കാരില്ല, ഒരു വഴിപാടുകാരില്ല, ഒരു ഔലിയയില്ല, ഒരു ബാബയില്ല, ഒരു ബീവിയില്ല. ഇത് നിങ്ങൾ പ്രതിജ്ഞയായി കൊണ്ട് ചൊല്ലണമെന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ പ്രാർത്ഥന, അത് നമ്മെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു. എത്രമാത്രം പാഠങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. വദുഉല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, ആത്മാർത്ഥമായി കൊണ്ട് അള്ളാഹുവിനെ നിങ്ങൾ ദുആ ചെയ്യുക. വമാ, നിങ്ങളോട് ആരോടും തന്നെ വമാ ഉമിറു ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, ആത്മാർത്ഥമായി കൊണ്ട് അള്ളാഹുവിനെ പ്രാർത്ഥിക്കണമെന്നല്ലാതെ നിങ്ങളോട് കൽപ്പിക്കപ്പെട്ടിട്ടില്ല. നിരവധി കൽപ്പനകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന മൺമറഞ്ഞു പോയവർ, മഹാന്മാരായ ആളുകൾ, മഹാരാജന്മാരെന്ന് പറഞ്ഞ മനുഷ്യജീവികൾ, ഇവരെല്ലാം തന്നെ വെറും കീടങ്ങളാകുന്നു, വെറും ജീവികളാകുന്നു, ജന്തുക്കളാകുന്നു. അവർ അള്ളാഹുവിൻ്റെ മഖലൂക്കുകൾ മാത്രമാകുന്നു, അതല്ലാതെ മറ്റാരുമല്ല. അവർക്ക് വിളിച്ചാൽ കേൾക്കാൻ സാധ്യമല്ല, അഥവാ അവർ വിളിച്ച് കേട്ടാലും ഉത്തരം നൽകുകയില്ല. വഇൻ തദ്ഉഹും ലാ യസ്മഉ ദുആഅക്കും വലൗ സമീഉ മസ്തജാബു ലക്കും വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർക്കിക്കും. നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ശിർക്കിനെ അവരന്ന് നിഷേധിക്കും. അവർക്ക് കേൾക്കാൻ സാധ്യമല്ല, അഥവാ അവർക്ക് കേട്ടാലും ഉത്തരം ചെയ്യാൻ സാധ്യമല്ല. വിശുദ്ധ ഖുർആൻ നിരത്തി പരത്തി
നടത്തിക്കൊണ്ടാണ് ഇക്കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഒരു കഴിവും അവർക്ക് സ്വന്തം താഴെ തന്നെ ഒരു കഴിവുമില്ല. പ്രവാചകനോട് പറഞ്ഞ് നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യത്തിൽ കഴിവില്ല. ഈ അമ്പിയാക്കന്മാർക്കും ഈ ഔലിയാക്കന്മാർക്കും ഈ ഖബറാളികൾക്കും ആർക്കും തന്നെ ഒരു കഴിവുമില്ല. വല്ലദീന തദഊന മിൻ ദൂനിഹി ലാ യംലികൂന മിൻ ഖത്മീർ. ഒരു ഈത്തപ്പഴക്കുരുവിന്റെ നടുവിലുള്ള ഒരു നാര്, ആ നാരിന്റെ അത്രക്ക് പോലും അധീനപ്പെടുത്താൻ ഉടമപ്പെടുത്താൻ സാധ്യമല്ലാത്തവരാകുന്നു നിങ്ങൾ വിളിച്ചു തേടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ വിളിക്കല്ലേ വിളിക്കല്ലേ വിളിക്കല്ലേ. വിശുദ്ധ ഖുർആൻ പറയുന്നു ഫലാ തദഊ മഅല്ലാഹി അഹദ ഫലാ തദഊ മഅല്ലാഹി അഹദ ഫലാ തദഊ മഅല്ലാഹി അഹദ. അല്ലാഹുവിനെ കൂടാതെ വേറെ ആരെയും നിങ്ങൾ വിളിച്ച് തേടരുത്. ഫലാ തദഊ മഅല്ലാഹി ഇലാഹൻ ആഖറ ഫതകൂന മിനൽ മുഅദ്ദിബീൻ. അങ്ങനെ നിങ്ങൾ വിളിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ശിക്ഷ ലഭിച്ചവരായി തീരും. ഫലാ തദഊ മഅല്ലാഹി ഇലാഹൻ ആഖറ, മറ്റൊരു ഇലാഹുകളെയും നിങ്ങൾ വിളിച്ചു തേടരുത്. ഇതാണ് ഖുർആനിന്റെ സന്ദേശം സഹോദരന്മാരെ. വിശുദ്ധ ഖുർആൻ പറഞ്ഞു അവർക്ക് ഒരു ഉപകാരവും ചെയ്യാൻ സാധ്യമല്ല, ഒരു ഉപദ്രവത്തിൽ നിന്ന് നിങ്ങൾ തടുക്കാനും സാധ്യമല്ല. വലാ തദഊ മിൻ ദൂനില്ലാഹി മാ ലാ യൻഫഉക വലാ യദുറുക. ഒരു ഉപകാരവും ഒരു ഉപദ്രവവും ചെയ്യാത്ത ആളുകളെ നിങ്ങൾ വിളിച്ചു തേടിയിട്ട് എന്ത് കാര്യം? എന്തുമാത്രം വിഡിത്തമാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കൂട്ടരെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മുശ്രിക്കുകളോട് പറഞ്ഞത്. ഇന്ന് മുസ്ലിം സമൂഹത്തിൽപ്പെട്ട ജാറങ്ങളിലേക്കും ദർഗകളിലേക്കും പുണ്യമരങ്ങളിലേക്കും പുണ്യപുഷ്പങ്ങളിലേക്കും പുണ്യാത്മാക്കളിലേക്കും തേടുന്ന ദുആ ചെയ്യുന്ന കൈ ഉയർത്തുന്ന അമ്പിയാക്കന്മാരെയും ഔലിയാക്കന്മാരെയും വിളിച്ചു തേടുന്ന ആളുകൾക്കാകുന്നു ഈ ആയത്തുകൾ പ്രത്യേകമായി ഓതിക്കൊടുക്കേണ്ടി വന്നിട്ടുള്ളത് എന്ന ഒരു ദുരവസ്ഥ ഈ മുസ്ലിം സമൂഹത്തിനുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമയെ വിളിച്ച് പ്രാർത്ഥിച്ചവരോട് നിങ്ങൾ മുശ്രിക്കുകളാകുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. ഇസ്മായിൽ നബി അലൈഹിസ്സലാമയെ വിളിച്ച് തേടിയവരോട് നിങ്ങൾ മുശ്രിക്കുകളാകുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വ്യക്തമായിട്ട് പറഞ്ഞു. അവർ ആ കഅബയെ സേവിക്കുന്നവരായിരുന്നു, കഅബയുടെ താക്കോൽ സൂക്ഷിപ്പുകാരായിരുന്നു, മക്ക എന്ന ഹറമിലുണ്ടായിരുന്നവരായിരുന്നു, ഹാജിമാർക്ക് വെള്ളം കൊടുക്കുന്നവരായിരുന്നു, പുണ്യപുരുഷന്മാരായിരുന്നു. പക്ഷെ അവർ മുശ്രിക്കുകളാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമയെ വിളിച്ചതുകൊണ്ട്. അപ്പോൾ നാം മനസ്സിലാക്കണം, ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും ഒരു നബിയുമല്ല, ഒരു ഔലിയയുമല്ല, ഒന്നുമല്ലാത്ത, ഒന്നിനും പെട്ടിട്ടില്ലാത്ത, ആരും ഊരും പേരും അറിഞ്ഞുകൂടാത്ത ആളുകളെ വിളിച്ചു തേടുന്ന ആളുകൾ ഏത് വർഗത്തിലാണ് ഏത് ഗണത്തിലാണ് പെട്ടുകൊള്ളുക എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആൻ പറയുന്നത് ഭൂമിയിലും ആകാശത്തുമുള്ള സൃഷ്ടിയിൽ യാതൊരു പങ്കും അല്ലാഹു അല്ലാത്ത ഒരാൾക്കുമില്ല. ഖുൽ പറഞ്ഞു കൊടുക്കുക, അറഅയ്തും മിൻ ദൂനില്ലാഹി മാദാ ഖലഖു. ഈ അല്ലാഹുവിനെ കൂടാതെയുള്ള ആളുകൾ എന്താണ് പടച്ചത്? എന്തെങ്കിലും ഒരു ഉറുമ്പിനെ പടച്ചിട്ടുണ്ടോ? അവർ സാധ്യമല്ല. അറൂനി മാദാ ഖലഖു, അവർ പടച്ചത് എനിക്കൊന്ന് കാണിച്ചതാ. മിനൽ അർളി അം ലഹും ശിർകും ഫിസ് സമാവാത്ത്, ഭൂമിയിലില്ലെങ്കിൽ പിന്നെ ആകാശത്ത് അവരെന്താണ് പടച്ചത്? ഇതും അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കാൻ പറയുന്നു. ഷിർക്കിനെതിരിൽ ആഞ്ഞു വെട്ടുന്ന ആയുധമാകുന്നു വിശുദ്ധ ഖുർആൻ. അതുപോലെ തന്നെ ഒരു അണുപോലും ഉടമസ്ഥതയില്ലാത്ത ആളുകളെയാകുന്നു. സ്വന്തം ജീവിതത്തിന് പോലും വകയില്ലാത്തത് കൊണ്ടാണ് അവർ മരിച്ചു പോയത്. ഈ ആളുകളെയാണോ നിങ്ങൾ വിളിച്ച് തേടുന്നത്? അള്ളാഹുവിനെ കൂടാതെ വിളിച്ച് തേടുന്ന ആളുകൾ, അള്ളാഹുവിനെ കൂടാതെ ആരാധന്മാരുണ്ട് എന്ന് വാദിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ, അവരാരും തന്നെ ആകാശഭൂമികളിൽ ഒരു അല്പം പോലും, ഒരു കടുകുമണി പോലും സ്വന്തം ഉടമപ്പെടുത്താത്തവരാകുന്നു. അങ്ങനെ നിങ്ങൾ ചെയ്തു പോയാൽ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന സന്ദേശം എന്ന് പറഞ്ഞാൽ, ഇതേപോലെ പിഴച്ചവർ, അള്ളാഹു അല്ലാത്തവരോട് തേടുന്ന, അവരോട് കൈ ഉയർത്തുന്ന, കാക്കണേ രക്ഷിക്കണേ എന്ന് പറയുന്ന ആളുകളെ പോലെ പിഴച്ചവർ ലോകത്തില്ല. വമൻ അളല്ലു മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാഹി മൻ ലാ യസ്തജീബു ലഹു ഖിയാമന്നാൾ വരെ വിളിച്ചാൽ ഉത്തരം കിട്ടാത്ത മൺമറഞ്ഞവരോടും കല്ലുകളോടും പ്രതിമകളോടും ബിംബങ്ങളോടും മരിച്ചവരോടും വിളിച്ചു തേടുന്നവരെക്കാൾ പിഴച്ചവർ, ദുർമാർഗികൾ, നരകക്കൊള്ളികർ വേറെ ആരും തന്നെ ലോകത്തില്ല. ഇതാകുന്നു ഖുർആനിന്റെ സന്ദേശം. ഖുർആൻ ഇത് തന്നെയാകുന്നു ഉദാഹരണങ്ങളിലൂടെയും കഥകളിലൂടെയും പഠിപ്പിക്കുന്നത്, നിരോധങ്ങളുടെയും കൽപ്പനകളിലൂടെയും ഉപദേശങ്ങളിലൂടെയും പഠിപ്പിക്കുന്നത്, ഖുർആൻ വാഗ്ദാനങ്ങളുടെയും മുന്നറിയിപ്പുകളിലൂടെയും പഠിപ്പിക്കുന്നത് ഈ തൗഹീദിന്റെ ചരിത്രം മാത്രമാകുന്നു. അതുകൊണ്ട് പറയണം, ഖുൽ, പറയുക പ്രവാചകരെ, ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദ, ഞാൻ എൻ്റെ റബ്ബിനെ മാത്രമേ വിളിച്ച് പ്രാർത്ഥിക്കുകയുള്ളൂ, ഞാൻ ഒരിക്കലും ശിർക്ക് ചേർക്കുകയില്ല എന്ന് പറയുക, പ്രതിജ്ഞ ചെയ്യുക. അതാകുന്നു തൗഹീദ്, അതാകുന്നു കലിമത്ത് തൗഹീദ്. ലാ ഇലാഹ, ഒരു ഇലാഹുമില്ല, ഒരു ഇലാഹുമില്ല എന്ന് പറഞ്ഞാൽ അവിടെ ഒരു നബിയില്ല, ഒരു തങ്ങളില്ല, ഒരു കുടുംബമില്ല, ഒരു ഷെയ്ഖില്ല, ഒരു മുരീദില്ല, ഒരു വലിയില്ല, ഒരു പാർട്ടിയില്ല, ഒരു പ്രസ്ഥാനമില്ല, ഒന്നുമില്ല. ലാ ഇലാഹ.
ഇല്ല, അല്ല ഒഴികെ, അല്ല മാത്രമേ ഉള്ളൂ എന്ന് പറയുക. ഖുൽ പറയുക, ഇന്നമാ അദ്ഉ റബ്ബി, ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രമേ വിളിച്ചു തേടുകയുള്ളൂ. ലാ ഉശ്രികു ബി റബ്ബി അഹദ, അള്ളാഹുവിനെ ഞാൻ ഒരിക്കലും ഒന്നും പങ്കു ചേർക്കുകയില്ല എന്ന് പറയുക എന്ന് ഖുർആൻ കൽപ്പിക്കുന്നു, പ്രവാചകനോട് കൽപ്പിക്കുന്നു. നീയെങ്ങാനും ഒരു ശിർക്ക് ചെയ്തു പോയി കഴിഞ്ഞാൽ നിന്റെ ജീവിതത്തിൽ നിന്റെ പ്രവർത്തനങ്ങൾ മുഴുവൻ തകർന്നു പോകും എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പഠിപ്പിക്കുന്ന ഗ്രന്ഥമാകുന്നു ഖുർആൻ എന്ന് പറയുന്നത്. അത് നാം പറയണം, നാം ആവർത്തിക്കണം. നാം ആവർത്തിക്കുന്ന വിശുദ്ധ ഖുർആനിന്റെ സൂറത്തുൽ ഫാത്തിഹയിലൂടെ ഇയ്യാക നഅ്ബുദു, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, വയ്യാക നസ്തഈൻ, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്ന ആവർത്തിത വചനം ഇത് ഖുർആനിൻ്റെ അടിസ്ഥാനമാകുന്നു, അടിസ്ഥാന പ്രമാണമാകുന്നു, തൗഹീദാകുന്നു. വിശുദ്ധ ഖുർആനിൻ്റെ അടിത്തറ, ഇസ്ലാമിൻ്റെ അടിത്തറ, അത് പഠിപ്പിക്കുന്നതിന് വേണ്ടിയാകുന്നു പ്രവാചകന്മാർ അഖിലവും വന്നത്. വിശുദ്ധ ഖുർആൻ അവതരിച്ചത്, വിശുദ്ധ ഖുർആൻ്റെ ഏത് ആയത്തുകൾ നിങ്ങൾ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാലും അതിൻ്റെ പുറകിൽ തൗഹീദിൻ്റെ സന്ദേശം ഉണ്ടായിരിക്കും എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അള്ളാഹു തൗഹീദ് അനുസരിച്ച് ജീവിക്കാനും തൗഹീദ് അനുസരിച്ച് മരിക്കാനും നമുക്ക് ഏവർക്കും സൗഭാഗ്യം നൽകുമാറാകട്ടെ. എല്ലാവിധത്തിലുള്ള ചെറുതും വലുതുമായ ശിർക്കുകളിൽ നിന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മേവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.